അപ്പോഴേക്കും നിയ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അവളുടെ ക്യാബിനിലേക്ക് പോയിരുന്നു. നിയ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വൈകാതെ അവളുടെ ക്യാബിനിൽ എത്തിയ ഋഷി ചോദിച്ചു. ആ, താൻ എഴുന്നേറ്റോ? ക്ഷീണിച്ച് കാണുമെന്നോർത്ത് ഞാൻ വിളിക്കാതിരുന്നതാ. സർജറി സക്സസ് ആയിരുന്നോ? അച്ഛന്റെ ജീവൻ അപകടമൊന്നുമില്ല. നിയ പറഞ്ഞത് കേട്ടപ്പോൾ ഋഷിക്ക് വല്ലാതെ സമാധാനം തോന്നി. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് നൈനിക് വന്നിരുന്നു. അയാളെ കണ്ടതും ഹോസ്പിറ്റൽ ഡയറക്ടർ പെട്ടെന്ന് അയാളുടെ പിന്നാലെ ചെന്നു. നൈനിക് സർ, നിങ്ങൾ കൃത്യസമയത്താണ് വന്നത്. ഞങ്ങളെ സഹായിക്കണം. ഇവിടെ ഒരാൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് വളരെ അപമര്യാദയായി പെരുമാറി. എന്നെ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കയ്യിലൊരു ബ്ലാക്ക് കാർഡ് ഉണ്ടെന്നും പറഞ്ഞ് എന്തൊക്കെയോ തോന്നിവാസം കാട്ടിക്കൂട്ടുന്നു സർ. നൈനിക് ന്യൂയോർക്കിലെ ശക്തനായ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ എത്രത്തോളം വലുതായിരുന്നെന്നും ഡയറക്ടർക്ക് അറിയാമായിരുന്നു. അത് ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ഋഷിയെ നശിപ്പിക്കാമെന്ന ചിന്തയായിരുന്നു അയാൾക്ക്. വൺ മിസ്റ്റർ ഋഷിൻ പ്രതാപ് അല്ലേ? നൈനിക് സംശയത്തോടെ ചോദിച്ചു. അത് കേൾക്കെ ഡയറക്ടർ തെല്ലൊരു ആശയക്കുഴപ്പത്തോടെ തലയാട്ടി. എന്നിട്ട് അയാളെവിടെ? സംശയത്തോടെ നൈനിക് ചോദിച്ചു. നിയ ഡോക്ടറുടെ ക്യാബിനുണ്ട്. ഡയറക്ടർ അത് പറഞ്ഞതും നൈനിക് പെട്ടെന്ന് നിയയുടെ ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. പിന്നാലെ തന്നെ ഡയറക്ടറും. സർ, ഇയാളാണ് സർ. സാർ തന്നെ അയാളെ പുറത്താക്കൂ. നിയയുടെ ക്യാബിനിൽ ഇരിക്കുന്ന ഋഷിയെ ചൂണ്ടി ഡയറക്ടർ പറഞ്ഞു. അത് കേട്ട് നിയയാകെ ഞെട്ടി. ഡയറക്ടറോട് ഋഷി പറഞ്ഞതെല്ലാം അറിഞ്ഞ അവൾക്ക് ചെറുതായി പേടി തോന്നി. ഏയ് മിസ്റ്റർ, അവിടെ ഇരിക്കാതെ ഇവിടെ വാ. വന്ന് നൈനിക് സാറിനോട് മാപ്പ് പറ. ഡയറക്ടർ ഉറക്കെ ഋഷിയോട് പറഞ്ഞു. ഋഷി താൻ ഇരിക്കുന്ന ഇടത്തു നിന്നും ഒരു തരി പോലും ചലിച്ചില്ല. അത് കാണേ നിയയുടെ ഭയം വർദ്ധിച്ചു. ഋഷി, നൈനിക് സാറിന്റെ അടുത്ത് പോയി മാപ്പ് പറയൂ. ഋഷിയോട് താഴ്ന്ന സ്വരത്തിൽ നിയ പറഞ്ഞു. ഏയ്, താൻ പേടിക്കാതെ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. ഋഷി ചേറിൽ നിന്നും എഴുന്നേറ്റ് നൈനിക്കിന് നേരെ തിരിഞ്ഞപ്പോൾ അയാൾ ഋഷിയെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടെങ്കിലും വലിയ കാര്യമാക്കാതെ ഋഷി അയാളുടെ അടുത്തേക്ക് നടന്നു. ഡയറക്ടറും നിയയും അത് കണ്ട് ഞെട്ടലോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഋഷി തന്റെ അടുത്തെത്തിയതും നൈനിക് ചിരിയോടെ പെട്ടെന്ന് അയാൾക്ക് കൈകൊടുത്തു. സോറി, റിയലി സോറി, ഞാൻ വരാൻ ഒത്തിരി വൈകിപ്പോയതിന്. നൈനിക് ഋഷിയോട് മാപ്പ് പറഞ്ഞപ്പോൾ ഡയറക്ടർ ഞെട്ടിപ്പോയി. ഹേയ്, അതൊന്നും പ്രശ്നമില്ല മിസ്റ്റർ നൈനിക്. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഋഷി ആശ്ചര്യത്തോടെ ചോദിച്ചു. ഓഫീസിലെ CCTV എന്റെ ലാപ്ടോപ്പുമായി കണക്റ്റഡ് ആണ്. എന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തപ്പോ ആക്സിഡന്റലി കണ്ടതാ. സാധാരണയായി ഞാൻ ആ CCTV ചെക്ക് ചെയ്യാറേ ഇല്ലായിരുന്നു. ഇന്നിപ്പോ ചെക്ക് ചെയ്തപ്പോ ദേ എന്ത് നല്ല കാര്യമായി. നൈനിക് ചിരിയോടെ പറഞ്ഞു. നൈനിക്കിന്റെ ചിരിയോടെയുള്ള സംസാരം കേട്ട് ഡയറക്ടർക്ക് തല കറങ്ങും പോലെ തോന്നി. നൈനിക് സാറിനപ്പോ ഇവനെ ഓൾറെഡി അറിയാമോ? ഇവനെ കാണാനാണോ പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഡയറക്ടർ ഞെട്ടലോടെ സ്വയം ചോദിച്ചുപോയി. സോ ഗ്ലാഡ് ടു മീറ്റ് യു ഋഷി. തന്റെ അച്ഛന്റെ കാര്യോർത്ത് വിഷമിക്കേ വേണ്ട. അദ്ദേഹം പെട്ടെന്ന് ഓക്കെ ആവും. നൈനിക്കിന്റെ ആശ്വാസവാക്കുകൾ കേട്ട് ഋഷി തലയാട്ടി. എനിവേ മിസ്റ്റർ നൈനിക്, താൻ ചോദിച്ചിരുന്ന സാധനം എന്റെ കയ്യിലുണ്ട്. അതുകൂടാതെ താങ്കളുടെ ഡയറക്ടറെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഋഷി ഗൗരവത്തിൽ പറഞ്ഞു. എന്താ വിജിത്, എന്താ താൻ ഋഷിയോട് കാണിച്ചത്? ഡയറക്ടർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നൈനിക് ചോദിച്ചു. അത് കേട്ട് വിജിത്ത് എന്ത് മറുപടി പറയണമെന്നറിയാതെ നൈനിക്കിനെയും ഋഷിയെയും മാറി മാറി നോക്കി. ഓ, തന്റെ ഡയറക്ടർ വല്ലാതെ ഞെട്ടി നിൽക്കുക. ആൾക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് പോലെയുണ്ട്. നൈനിക്, ശരിക്കും എന്തായിരുന്നു സംഭവിച്ചതെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു. നൈനിക്, തനിക്കുണ്ടല്ലോ ഇടയ്ക്കിടെ തന്റെ ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയാവോ? ഇവിടെ ചിലർക്ക് ഒരു അല്പം പോലും മനസാക്ഷിയില്ല. ക്യാഷ് ഇല്ലെങ്കിൽ രോഗികളുടെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ വേറെ വല്ല ഹോസ്പിറ്റലിലും പൊയ്ക്കോളാൻ പറയും. അഡ്മിറ്റ് ചെയ്യാതെ പുറത്ത് എത്ര രോഗികളെ കാത്തിരിക്കുന്നതെന്ന് ഇപ്പൊ പോയി നോക്കിയാൽ വരെ കാണാം. പോരാത്തതിന് രോഗികളുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. വേണ്ടി വന്ന അടിക്കാൻ പോലും മടിയില്ലാത്ത പോലെ. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ ഇതാ ഈ ഹോസ്പിറ്റലിന്റെ റൂൾസ് എന്നുള്ള ഒരു ഡയലോഗും. ഋഷി ശാന്തമായി തന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ട് നൈനികിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. വിജിത്, താൻ ഇത്രയും തരംതാണ് പോയിരുന്നോ? നൈനിക് ദേഷ്യത്തോടെ ഡയറക്ടറോട് ആക്രോശിച്ചു. അത് കേട്ട് വിജിത്ത് ആകെ എന്തു പറയുമെന്നറിയാതെ കുഴഞ്ഞു. പക്ഷേ തന്നെ ഇവിടെ ജോലിക്ക് എടുക്കുമ്പോഴേ ഞാൻ തന്നോട് ആവർത്തിച്ച് പറഞ്ഞ എന്താണെന്ന് തനിക്ക് ഓർമ്മയുണ്ടോ?
സീരിയസ് അവസ്ഥയിൽ വരുന്ന ഏതൊരു രോഗിക്കും പണം നോക്കാതെ പെട്ടെന്ന് തന്നെ ചികിത്സ നൽകണം. നിനക്കെന്താ അതിന് ഇത്ര മടി? ഇത് ഹോസ്പിറ്റലല്ലേ, അല്ലാതെ ചന്തയല്ലല്ലോ. തന്റെ മനസ്സെന്തോടെ ഇങ്ങനെയായി പോയത്? മനസാക്ഷി ഇല്ലേ തനിക്ക്? കൂടെ അവന്റെ ഒരു റൂൾസ്. ഞാൻ ഇതുവരെ ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു റൂളും കൊണ്ടുവന്നിട്ടില്ല, ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. വയ്യാതെ കിടക്കുന്ന മനുഷ്യരെ സഹായിക്കുക എന്നതാണ് ഈ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. ലാഭമുണ്ടാക്കാനല്ല ഞാനത് തുടങ്ങിയത്. ദേഷ്യത്തോടെ നൈനിക് പറഞ്ഞു. നൈനിക് സർ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇനിയും നിശബ്ദത പാലിച്ചാൽ പ്രശ്നം വഷളാകുമെന്ന് തോന്നിയ ഡയറക്ടർ ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു. ഛീ, നിർത്തിക്കോണം. താൻ പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഇവിടുത്തെ പണി മതിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. നൈനിക് ദേഷ്യത്തോടെ പറഞ്ഞു. സർ പ്ലീസ്, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയതാ. സോറി സർ, ഐ എം റിയലി സോറി. എന്നെ പിരിച്ചു വിടരുത് സർ, പ്ലീസ്. നൈനിക്കിന്റെ കാലിൽ വീണപേക്ഷിക്കും പോലെ ഡയറക്ടർ പറഞ്ഞു. മിണ്ടിപ്പോരുത്. തന്നെ ഇവിടെ കാണരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയും ഇവിടെ കിടന്ന് താൻ ഒച്ചയെടുത്താ ഈ ഭൂമിക്കൊരു ഭാരമായി താൻ വേണ്ട എന്ന് ഞാൻ കരുതും. മൈൻഡ് ഇറ്റ്. ദേഷ്യത്തോട് അത്രയും പറഞ്ഞ് നൈനിക് ഋഷിക്കരികിൽ മിണ്ടാതെ നിൽക്കുന്ന ഡോക്ടർ നിയയെ നോക്കി. നൈനിക്കിന്റെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ഋഷിക്ക് കാര്യം മനസ്സിലായി. മിസ്റ്റർ നൈനിക്, നടന്ന പ്രശ്നവുമായി നിയയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് എന്നോട് മോശമായി പെരുമാറിയത്. ഡോക്ടർ നിയ യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കുകയാണ് ചെയ്തത്, ഋഷി പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും നൈനിക്കിന്റെ ദേഷ്യഭാവം പാടെ മാറി. ഓ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ കൂടെ ഇവിടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ. കുറെ ബുദ്ധിയില്ലാത്ത കഴുതകൾ കാരണം വരുന്ന ഓരോ പ്രശ്നങ്ങള്. എനിവേ, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ 100% സത്യസന്ധതയും ഗൗരവവും പുലർത്തുന്ന ആളാണെന്ന് എനിക്കറിയാം ഡോക്ടർ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ പുതിയ ഡയറക്ടറാണ്. ഒഫീഷ്യലി ഞാനത് എല്ലാവരെയും അറിയിച്ചോളാം. വൺസ് അഗെയിൻ താങ്ക് യു. നിയയ്ക്ക് സംസാരിക്കാൻ പോലും ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നൈനിക് പറഞ്ഞു. പിന്നെ ഒരു പ്രത്യേക കാര്യം നിയ, താങ്കൾ ഹോസ്പിറ്റലിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ വിജിത് ഡയറക്ടറായി ഇരുന്നപ്പോൾ ഉയർത്തിയ എല്ലാ മെഡിക്കൽ ചാർജുകളും പകുതിയായി കുറയ്ക്കുക എന്നതാണ്. അത് താങ്ങാൻ കഴിയാത്ത ഏതെങ്കിലും പാവപ്പെട്ടവർ ചികിത്സയ്ക്ക് വന്നാൽ അവരിൽ നിന്ന് ബില്ലിന്റെ 10% മാത്രം വാങ്ങുക. അതും എഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ. പിന്നെ വരുന്ന രോഗികൾക്കെല്ലാം കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ലേ എന്ന് പരിശോധിക്കേണ്ടതും പ്രധാനമാണ്. ഇതിലൊന്നും താങ്കൾ യാതൊരു വീഴ്ചയും വരുത്തരുത്. മനസ്സിലായോ? നൈനിക് കർക്കശമായി ചോദിച്ചു. തന്നെ ഡയറക്ടർ ആക്കുന്നുവെന്ന് നൈനിക് പറഞ്ഞതുപോലും വിശ്വസിക്കാനാകാതെ നിൽക്കുകയായിരുന്നു നിയ. പക്ഷേ ആശ്ചര്യത്തിലുപരി അവളുടെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു നിന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.